അയ്യങ്കാളിയെ പറ്റിയാണ് നോക്കുന്നത്. അയ്യങ്കാളി ജനിച്ചിരിക്കുന്നത് 1863 ഓഗസ്റ്റ് 28-നാണ്. 1863 ഓഗസ്റ്റ് 28. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഫാദറിൻ്റെ പേര് അയ്യനും മദറിൻ്റെ പേര് മാല എന്നുമായിരുന്നു. ഓക്കെ. അദ്ദേഹത്തിൻ്റെ വീട്ടുപേര്, അയ്യങ്കാളിയുടെ വീട്ടുപേര് പ്ലാവത്ര എന്നായിരുന്നു. പ്ലാവത്ര. ഇതിൽ അയ്യങ്കാളിയുടെ ജനനം പ്രധാനപ്പെട്ടതാണ്. അയ്യങ്കാളി ജനിച്ചിരിക്കുന്നത് വെങ്ങാനൂരാണ്. 1863 ഓഗസ്റ്റ് 28 ഓക്കെ. കറുത്ത സൂര്യൻ എന്നറിയപ്പെട്ടിരുന്നത് അയ്യങ്കാളിയായിരുന്നു. കറുത്ത സൂര്യൻ ചോദിച്ചിട്ടുള്ളതാണ്. കറുത്ത സൂര്യൻ എന്നറിയപ്പെട്ടിരുന്നത് അയ്യങ്കാളിയായിരുന്നു. അയ്യങ്കാളിയെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ് വില്ലുവണ്ടി സ്ട്രഗിൾ ആരംഭിച്ചതാരാ, അല്ലെങ്കിൽ ലീഡ് ചെയ്തതാരെന്നുള്ളത്, നയിച്ചതാരെന്നുള്ളത്. 1893 വില്ലുവണ്ടി സമരം നയിച്ചത് അയ്യങ്കാളിയായിരുന്നു. എന്നോട് പറയാണ്, 1863 ഓഗസ്റ്റ് 28 അദ്ദേഹം ജനിക്കുന്നത്. 1863 ഓഗസ്റ്റ് 28 വെങ്ങാനൂരാണ് ജനിക്കുന്നത്. വെങ്ങാനൂർ എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയിലാണ് വെങ്ങാനൂരാണ് അദ്ദേഹം ജനിക്കുന്നത് 1863. അതിൽ ഓഗസ്റ്റ് മാസം 28 ഓർക്കുക. ഓഗസ്റ്റ് മാസം ജനിച്ച കുറേ ആൾക്കാരുണ്ട്. ഈ നവോത്ഥാനത്തിൽ വരുമ്പോൾ ശ്രീനാരായണ ഗുരു, അങ്ങനെ കുറേ പേരുണ്ട്. അപ്പോൾ 1863 ഓഗസ്റ്റ് 28 ജനിക്കുന്ന അയ്യങ്കാളി വെങ്ങാനൂരാണ് ജനിക്കുന്നത്. അദ്ദേഹം പ്രധാനമായിട്ടും 1893 നടന്ന വില്ലുവണ്ടി സമരം എന്ന് പറയുന്ന ഒരു സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ലീഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അതുകൊണ്ട് തന്നെ കറുത്ത സൂര്യൻ അറിയപ്പെട്ടിരുന്നതും അയ്യങ്കാളിയായിരുന്നു. He demanded a right for Dalit children to study in public places. അതായത് ആ ഒരു സമയങ്ങളിൽ ദളിത് ആൾക്കാരെ പൊതുനിരത്തിൽ കൂടെ നടക്കുവാനോ അല്ലെങ്കിൽ ദളിത് ചിൽഡ്രൻസിന് എഡ്യൂക്കേഷൻ കൊടുക്കാനോ ഒന്നും ഒരിക്കലും അലൗഡ് ആയിരുന്നില്ല. സൊസൈറ്റി അലൗഡ് ആയിരുന്നില്ല. അയ്യങ്കാളി അതിനെതിരെയാണ് സൗണ്ട് ചെയ്ത് തുടങ്ങിയത്. ഓക്കെ. 1900 ആയപ്പോഴത്തേക്കും ഏകദേശം പബ്ലിക് റോഡിൽ ദളിതർക്ക് നടക്കാനുള്ളൊരു സാഹചര്യമൊക്കെ ഉണ്ടായി. 1914 ആയപ്പോഴത്തേക്ക് ദളിത് ചിൽഡ്രൻസിന് പഠിക്കാനുള്ള സാഹചര്യവും അലോ ചെയ്ത് തുടങ്ങിയിരുന്നു. അപ്പോൾ 1893 അയ്യങ്കാളി വില്ലുവണ്ടി സമരം നടത്തുന്നത്. ഓക്കെ. അപ്പോൾ 1900 ആകുമ്പോഴത്തേക്കും 1900 ദളിതർക്ക് പൊതുനിരത്തിലൂടെ നടക്കാനും, അതുപോലെ 1914 ആകുമ്പോഴത്തേക്ക് ദളിത് കുട്ടികൾക്ക് വിദ്യാഭ്യാസം ചെയ്യാനൊക്കെ ഉള്ളൊരു സാഹചര്യം തുടങ്ങി. ഹീ സ്റ്റാർട്ടഡ് കുടിപ്പള്ളിക്കൂടം. അതുകൊണ്ട് തന്നെ അയ്യങ്കാളി സ്റ്റാർട്ട് ചെയ്തതാണ് 1905 കുടിപ്പള്ളിക്കൂടം എന്ന് പറയുന്നത്. ഓക്കെ. കുടിപ്പള്ളിക്കൂടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ദളിത് കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകാനുള്ളൊരു പള്ളിക്കൂടമാണ് കുടിപ്പള്ളിക്കൂടം. സോ ഈ ഒരു കുടിപ്പള്ളിക്കൂടത്തിൻ്റെ കേസ് പറയുമ്പോൾ വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. ചാവറ കുര്യാക്കോസ് അച്ഛൻ്റെ അദ്ദേഹം പള്ളിക്കൂടം സ്ഥാപിക്കുകയുണ്ടായി. പള്ളികളോട് ചേർന്ന് പള്ളിക്കൂടം. ഇത് കുടിപ്പള്ളിക്കൂടം. ഓക്കെ. ഇത് 1905 അദ്ദേഹം സ്ഥാപിക്കുന്നു. അതെന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ ദളിത് കുട്ടികളുടെ സംരക്ഷണം, വിദ്യാഭ്യാസം അത് സംരക്ഷിക്കാനായിട്ട് നൽകാനും. തിരുവിതാംകൂറിലെ പുലയരുടെ ആദ്യത്തെ വിപുലമായ സമ്മേളനം നടന്ന എവിടെയാണ്? അത് 1915 കൊല്ലത്താണ്. അതായത് തിരുവിതാംകൂറിലെ പുലയരുടെ ആദ്യത്തെ വിപുലമായ സമ്മേളനം നടന്നത് കൊല്ലത്താണ് 1915. ഓക്കെ. അടുത്തത് അയ്യങ്കാളി 1907. നമ്മൾ 1905 നമ്മൾ പറഞ്ഞു അയ്യങ്കാളി കുടിപ്പള്ളിക്കൂടം സ്ഥാപിച്ചിട്ടുണ്ടെന്ന്. അതിനുശേഷം 1907 പുള്ളി സാധുജന പരിപാലന സംഘം സ്ഥാപിക്കുകയുണ്ടായി. സാധുജന പരിപാലന സംഘം 1907 സാധുജന പരിപാലന സംഘം സ്ഥാപിക്കുകയുണ്ടായിരുന്നു. 1938 ഈ സാധുജന പരിപാലന സംഘം
പുലയ മഹാസഭ എന്നാണ് അറിയപ്പെട്ടു തുടങ്ങിയത്. അതായത് 1907 അയ്യങ്കാളി സാധുജന പരിപാലന സംഘം എന്ന് പറയുന്ന ഒരു ഫൗണ്ടേഷൻ സ്ഥാപിക്കുകയുണ്ടായി 1907. ഈ 1907 സ്ഥാപിച്ചിട്ട് 1938 ആകുമ്പോഴത്തേക്ക് സാധുജന പരിപാലന സംഘത്തിന് പുലയ മഹാസഭ എന്ന പേരാണ് പിന്നീട് വന്നത്. അതായത് ഈ പറഞ്ഞിരിക്കുന്ന സാധുജന പരിപാലന യോഗം അല്ലെങ്കിൽ സാധുജന പരിപാലന സംഘം എന്ന് പറയുന്ന അയ്യങ്കാളി സ്ഥാപിച്ച പ്രസ്ഥാനം SNDPയിൽ നിന്ന് ഇൻസ്പയർ ചെയ്തുകൊണ്ടാണ് തുടങ്ങിയത്. SNDPയിൽ നിന്നുള്ള ഇൻസ്പിറേഷനാണ് അയ്യങ്കാളിയെ ഈ പറഞ്ഞിരിക്കുന്ന സാധുജന പരിപാലന സംഘം എന്ന് പറയുന്ന പ്രസ്ഥാനം തുടങ്ങാനായിട്ട് ഇൻസ്പയർ ചെയ്തത്. സാധുജന പരിപാലന സംഘത്തിൻ്റെ മുഖപത്രമാണ് സാധുജന പരിപാലിനി. സാധുജന പരിപാലിനി എന്ന് പറയുന്നതാണ് അതിൻ്റെ മുഖപത്രം. ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. 1907 സാധുജന പരിപാലന സംഘം സ്ഥാപിക്കുന്നത്. 1907 സാധുജന പരിപാലന സംഘം 1907 അത് സ്ഥാപിച്ചതിന് ശേഷം 1938 ആകുമ്പോഴത്തേക്ക് അതിന് പുലയ മഹാസഭ എന്ന് പേര് വരികയുണ്ടായി. SNDP ഫോം ചെയ്തതിൻ്റെ ഇൻസ്പിറേഷനാണ് അയ്യങ്കാളിയെ സാധുജന പരിപാലന സംഘം സ്ഥാപിക്കാനായിട്ട് ഒരു ഇൻസ്പിറേഷൻ കൊടുത്തത്. സാധുജന പരിപാലന സംഘത്തിൻ്റെ മുഖപത്രം സാധുജന പരിപാലനയാണ്. അതായത് ഇന്ത്യയിലെ ആദ്യത്തെ ദളിത് ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത് സാധുജന പരിപാലനയാണ്. സാധുജന പരിപാലനയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ദളിത് ന്യൂസ് പേപ്പർ. ഓക്കെ. അതുപോലെ തന്നെ അയ്യങ്കാളിയാണ് കേരളത്തിലെ ആദ്യത്തെ ഇന്ത്യയിലെ ആദ്യത്തെ തന്നെ ലേബർ സ്ട്രൈക്ക് സ്റ്റാർട്ട് ചെയ്തത്. അതായത് ഇന്ത്യയിലെ ആദ്യത്തെ ലേബർ സ്ട്രൈക്ക്, അതായത് തൊഴിലാളി സമരം സ്റ്റാർട്ട് ചെയ്തത് അയ്യങ്കാളി ആയിരുന്നു. ഓക്കെ. 1907 1908 അയ്യങ്കാളി കേരളത്തിൽ ഒരു അഗ്രികൾച്ചർ ഒരു സ്ട്രൈക്ക് ഫോളോ ചെയ്യുകയുണ്ടായി. അതായത് നമ്മൾ പറഞ്ഞു ഇന്ത്യയിലെ ആദ്യത്തെ ഒരു ലേബർ സ്ട്രൈക്കിന് ലീഡ് ചെയ്തത് അയ്യങ്കാളി ആയിരുന്നു എന്നാണ്. അപ്പോൾ അത് 1907 1908 സമയത്ത് അയ്യങ്കാളി ലീഡ് ചെയ്ത് കേരളത്തിൽ ഫസ്റ്റ് അഗ്രികൾച്ചർ ലേബർ സ്ട്രഗിൾ ഇൻ കേരള. ഓക്കെ. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല, പക്ഷേ വാസ് എ ലീഡർ സ്റ്റാർട്ടഡ് ഫസ്റ്റ് ലേബർ സ്ട്രൈക്ക് ഇൻ ഇന്ത്യ എന്നുള്ളൊരു അത് ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് ഫസ്റ്റ് ഹരിജൻ ഹു വാസ് മെമ്പർ ഓഫ് ശ്രീമൂലം പ്രജാസഭ. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണത്. ഫസ്റ്റ് ഹരിജൻ ഹു വാസ് ദ മെമ്പർ ഓഫ് ശ്രീമൂലം പ്രജാസഭ. അയ്യങ്കാളിയാണ് ശ്രീമൂലം പ്രജാസഭയിൽ ആദ്യം അംഗമായ ദളിതൻ അല്ലെങ്കിൽ ഹരിജൻ. 1911 ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. ഫസ്റ്റ് ഹരിജൻ ഹു വാസ് എ മെമ്പർ ഓഫ് ശ്രീമൂലം പ്രജാസഭ. ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിരുന്ന ആദ്യത്തെ ഹരിജൻ അംഗം അത് അയ്യങ്കാളിയാണ്. 1911. He was nominated to ശ്രീമൂലം പ്രജാസഭ ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ 1914. അതായത് ശ്രീമൂലം പ്രജാസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തത് 1914 ആദ്യമായിട്ട്. ഓക്കെ. അത് ഇമ്പോർട്ടൻ്റ് ചോദ്യം ഇതാണ്. ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യത്തെ ഹരിജൻ ആരായിരുന്നു? അയ്യങ്കാളിയാണ്. 1911 ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട രണ്ട് സമരങ്ങളാണ് കല്ലുമാല സമരം ആൻഡ് പെരിനാട് ലഹള. 1915 അത് നടക്കുന്നത്. 1915 നടക്കുന്നത്. അത് ഒന്ന് കല്ലുമാല സമരം എന്ന് പറയും, രണ്ടാമത്തെ പെരിനാട് ലഹള എന്ന് പറയും. ഈ രണ്ടും നടക്കുന്നത് 1915 പ്രധാനപ്പെട്ടതാണ്. ഈ പറഞ്ഞ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യ ഹരിജൻ അത് അയ്യങ്കാളിയാണ്. അത് എന്നാണെന്ന് ചോദിച്ചുകൊണ്ട് 1911. അതുകൊണ്ട് തന്നെ അടുത്ത ചോദ്യം പ്രധാനപ്പെട്ടതാണ്. കല്ലുമാല സമരം അല്ലെങ്കിൽ പെരിനാട് ലഹള എന്നാണ് എന്ന്. കല്ലുമാല സമരം അല്ലെങ്കിൽ പെരിനാട് ലഹള
അല്ലെങ്കിൽ സെപ്പറേറ്റ് ചോദിച്ചിട്ടുണ്ട്. കല്ലുമാല സമരം നടന്ന വർഷം, പെരുന്നാൾ ലഹള നടന്ന വർഷം. ഓക്കെ, അത് 1915-ലാണ്. ഓക്കെ, അതുപോലെ തന്നെ 90-ാം ആണ്ട് ലഹള അല്ലെങ്കിൽ 90-ാം ആണ്ട് സമരം, അതുപോലെ തന്നെ ഉരുട്ടമ്പലം ലഹള. ഉരുട്ടമ്പലം ലഹള എന്നുള്ളതും 90-ാം ആണ്ട് ലഹള എന്നുള്ളതും ഇതെല്ലാം അയ്യങ്കാളിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. 1915 നടന്നതാണത്. ഓക്കെ, കല്ലുമാല, അതുപോലെ കല്ലുമാല സ്ട്രൈക്ക്, അതുപോലെ തന്നെ പെരുന്നാൾ ലഹള. കല്ലുമാല സമരം, പെരുന്നാൾ ലഹള, അതുപോലെ തന്നെ 90-ാം ആണ്ട് ലഹള, ഉരുട്ടമ്പലം അജിറ്റേഷൻ, ഉരുട്ടമ്പലം ലഹള. ഇത്രയും കാര്യങ്ങൾ 1915-ലാണ് നടന്ന് ലീഡ് ചെയ്തത് ഇദ്ദേഹമാണ്, അയ്യങ്കാളിയാണ്. 1863-ലാണ് അയ്യങ്കാളി ജനിക്കുന്നത് ഓർക്കുക, ഓഗസ്റ്റ് 28. ഗാന്ധിജി വിസിറ്റ് അയ്യങ്കാളി 1937 5th വിസിറ്റ്. അതായത് ഗാന്ധിജി അയ്യങ്കാളിയെ പുലയ രാജ എന്നാണ് വിളിച്ചത്. ആ വിസിറ്റ് എപ്പോഴാണ് ചെയ്യുന്നത് വെച്ചാൽ 1937. 1937 ഗാന്ധിജിയുടെ 5ാമത്തെ വിസിറ്റിലാണ് അയ്യങ്കാളിയെ പുലയ രാജ എന്ന് വിളിക്കുന്നത്. അത് വെങ്ങാനൂർ വെച്ച് അയ്യങ്കാളിയെ ഗാന്ധിജി കാണുന്നുണ്ട്. 1937 ഗാന്ധിജി അയ്യങ്കാളിയെ നേരിട്ട് കാണുന്നുണ്ട്. ഗാന്ധിജിയുടെ 5ാമത്തെ കേരള വിസിറ്റിലാണ് അദ്ദേഹം ഗാന്ധിജിയെ കാണുന്നത്. ഗാന്ധിജിയുടെ 5ാമത്തെ വിസിറ്റിലാണ് അദ്ദേഹം അയ്യങ്കാളിയെ കാണുന്നത്. അത് 1937-ലാണ് 5ാമത്തെ വിസിറ്റാണത്. ഓക്കെ, അത് ഗാന്ധിജിയുടെ 5ാമത്തെ കേരള വിസിറ്റിലാണ് 1937 ഗാന്ധിജിയെ കാണുന്നത്. അത് വേറെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, ഗാന്ധിജിയുടെ 5ാമത്തെ വിസിറ്റ് ഏത് വർഷമായിരുന്നു? 1937. അല്ലെങ്കിൽ 1937-ലാണ് ഗാന്ധിജി 5ാമത്തെ വിസിറ്റ് കേരളത്തിൽ നടത്തിയത്. ആ സമയത്ത് അദ്ദേഹം നമ്മുടെ അയ്യങ്കാളിയെ കാണുകയുണ്ടായി 1937. ഓക്കെ, ആ സമയത്താണ് അദ്ദേഹം ഈ നമ്മുടെ ചട്ടമ്പി സ്വാമിയെ അയ്യങ്കാളിയെ പുലയ രാജ എന്ന് അഭിസംബോധന ചെയ്തത്. പുലയ രാജ എന്ന് ഗാന്ധിജി അഭിസംബോധന ചെയ്തത് 1937-ലെ അദ്ദേഹത്തിൻ്റെ വിസിറ്റിലാണ്. 1941 അദ്ദേഹം മരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട വേറൊരു ചോദ്യം, ഇന്ദിരാഗാന്ധി അയ്യങ്കാളിയെ ദ ഗ്രേറ്റ് സൺ ഓഫ് ഇന്ത്യ എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ആരാണ്? ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. ദ ഗ്രേറ്റ് സൺ ഓഫ് ഇന്ത്യ എന്ന് അയ്യങ്കാളിയെ ആരാണ് വിശേഷിപ്പിച്ചത്? അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ ഇന്ദിരാഗാന്ധിയാണ്. ഓക്കെ, ഇന്ദിരാഗാന്ധിയാണ് അദ്ദേഹത്തെ ദ ഗ്രേറ്റ് സൺ ഓഫ് ഇന്ത്യ എന്ന് വിളിച്ചത്. എന്നാൽ അതുപോലെ തന്നെ ചോദിക്കാവുന്നതാണ്, ആരാണ് വിളിച്ചതെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ദ ഗ്രേറ്റ് സൺ ഓഫ് ഇന്ത്യ എന്ന് ആരെയാണ് വിളിച്ചതെന്നും ചോദിക്കാം. അതേസമയം അയ്യങ്കാളിയാണ് അത് ഇദ്ദേഹത്തിൽ ദ ഗ്രേറ്റ് സൺ ഓഫ് ഇന്ത്യ എന്ന് വിളിച്ചത്. ഓക്കെ, അയ്യങ്കാളി മെമ്മോറിയൽ എന്നറിയപ്പെടുന്നത് ചിത്രകൂടമാണ്. വെങ്ങാനൂരുള്ള ചിത്രകൂടമാണ് അയ്യങ്കാളി മെമ്മോറിയൽ എന്നറിയപ്പെടുന്നത്. അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട ഒരു കോട്ടാണ് വിദ്യയിലൂടെ ഔന്നത്യം നേടുക. അതായത് വിദ്യയിലൂടെ നമ്മൾ എംപവർ ചെയ്യുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ. അതിനകത്ത് പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. സാധുജന പരിപാലന സംഘം അത് 1907 രൂപീകരിച്ചിട്ട് 1938-ലാണ് അത് പുലയ മഹാസഭ ആകുന്നത്. ഓക്കെ, SNDP യോഗമാണ് അതിൻ്റെ റെഫറൻസായിട്ട് അവർ എടുത്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ 2-3 മേജർ സമരങ്ങളാണ്. ഒന്ന് കല്ലുമാല, പെരുന്നാൾ ലഹള. ഇത് 2 അദ്ദേഹത്തിൻ്റെയാണ്. 1915 നടന്നതാണ്. അതുപോലെ തന്നെ 90-ാം ആണ്ട് ലഹള, അതുപോലെ തന്നെ ഉരുട്ടമ്പലം ലഹള. 90-ാം ആണ്ട് ലഹള അല്ലെങ്കിൽ ഉരുട്ടമ്പലം ലഹള, ഇത് 2ഉം അയ്യങ്കാളിയുടെ സമയത്ത് നടന്നതാണ്. 1915-ആണ് അതിൻ്റെ വർഷം. അതിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഗാന്ധിജി അയ്യങ്കാളിയെ നേരിട്ട് കാണുന്നത് 1937-ലെ ഗാന്ധിജിയുടെ 5ാമത്തെ കേരള വിസിറ്റിലാണ്. ഓക്കെ, അത് വെങ്ങാനൂർ വെച്ചാണ് കാണുന്നത്. 1937-ലാണ്. അതേപോലെ ദ ഗ്രേറ്റ് സൺ ഓഫ് ഇന്ത്യ എന്ന് അദ്ദേഹത്തെ വിളിച്ചത് ശ്രീമതി ഇന്ദിരാഗാന്ധിയാണ്. ഗ്രേറ്റ് സൺ ഓഫ് ഇന്ത്യ എന്ന് വിളിച്ചത്. പുലയ രാജ എന്ന് വിളിച്ചത് ഗാന്ധിജി.
അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത ക്ലാസ്സിൽ അടുത്ത റിനൈസൻസ് ലീഡറെ പറ്റി നമുക്ക് നോക്കാം.